Kerala Reader English Class 9 Unit 2 Winds of Changeലെ സെക്കൻഡ് ലെസനായ ദ ടോയ്ലറ്റിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. നമുക്ക് വായിച്ചു തുടങ്ങാം. The path from dreams to success does exist. You only need the vision to find it, the courage to get on to it, and the perseverance to follow it. ഇത് പറഞ്ഞത് കൽപ്പന ചൗള. ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ വഴി, ഡ്രീംസ് എന്ന് പറഞ്ഞ സ്വപ്നം, സക്സസ് എന്ന് പറഞ്ഞ വിജയം, ഡസ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? സ്വപ്നത്തിൽ നിന്ന് വിജയത്തിലേക്ക്, അതായത് സ്വപ്നം വിജയകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു വഴിയുണ്ട്. യു നീഡ് ഓൺലി വിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണം നമുക്ക് ആവശ്യമാണ്. ദ കറേജ് ടു ഗെറ്റ് ഓൺ ഇറ്റ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം വേണം. പിന്നെന്താണ്? പ്രിസർവൻസ് ടു ഫോളോ ഇറ്റ്. ഫോളോ ഇറ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടരാൻ, അതായത് ആ കാര്യത്തിനെ പിന്തുടർന്ന് പോകാനുള്ള പ്രിസർവൻസ്, നിരന്തര പ്രയത്നം വേണം. ഇവിടെ ഈ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, അവ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള കഠിനമായ പ്രയത്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ നടത്തിയിരിക്കണം. എന്നാൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. Drawing inspiration from Gandhiji's selfless dedication, let's now move on to the troubled journey of a young girl who strives hard to build a career, burdened by the weight of social inequality and the pain of enforced isolation. നമ്മൾ ഇതിന് മുന്നേ വായിച്ച് പഠിച്ച ആ ഗാന്ധിജിയുടെ ലെസൺ ഉണ്ടല്ലോ, ആ ഗാന്ധിജിയുടെ ലെസണിൽ നമ്മൾ കണ്ടത് എന്താ? സെൽഫ്ലെസ് ഡെഡിക്കേഷൻ. ഗാന്ധിജിയുടെ തന്നെക്കുറിച്ച് ഓർക്കാതെയുള്ള സമർപ്പണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇൻസ്പിറേഷൻ, ഡ്രോയിങ് ഇൻസ്പിറേഷൻ വെച്ച് നമുക്ക് ലഭിച്ച പ്രചോദനം, ആ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ ലെസണിലേക്ക് വരുന്നത്. ബേർഡൻഡ് ബൈ ദ വെയ്റ്റ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സമത്വമില്ലായ്മ, അതിൻ്റെ പ്രയാസം. ദ പെയിൻ ഓഫ് എൻഫോഴ്സ്ഡ് ഐസൊലേഷൻ, നിർബന്ധിതമായ ഒറ്റപ്പെടുത്തൽ, അതിൻ്റെ വേദന. അപ്പം ഇങ്ങനെയുള്ള പ്രയാസങ്ങളേറിയ ട്രബിൾഡ് ജേണി, അതായത് പ്രയാസങ്ങളേറിയ ജീവിതശൈലി, ആ പ്രയാസങ്ങളിൽ നിന്ന് സ്ട്രൈവ്സ് ഹാർഡ് ടു ബിൽഡ് എ കരിയർ, ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഒരു യങ് ഗേൾ, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ കാര്യമാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. റീഡ് ദിസ് എക്സെർട്ട് ഫ്രം ദ മെമ്മോർ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ഗിസ്ന മെലോപ്പ് ഫോർ വാല്യുബിൾ ഇൻസൈറ്റ്സ് ഓൺ ദ പവർ ഓഫ് പ്രിസർവൻസ് ആൻഡ് പേഴ്സണൽ ഇനിഷ്യേറ്റീവ്. ഗിസ്ന മെലോപ്പ് എന്ന ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുടെ എടുത്തു പറയത്തക്ക ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് നിരന്തര പ്രയത്നത്തിൻ്റെയും പേഴ്സണൽ ഇനിഷ്യേറ്റീവ്, വ്യക്തിപരമായ മുൻകൈയെടുക്കലിൻ്റെയും വാല്യുബിൾ ഇൻസൈറ്റ്സ്, വിലപ്പെട്ട ഉൾക്കാഴ്ചകളെക്കുറിച്ചാണ് താഴെ എഴുതിയിരിക്കുന്നത്. ആ ഓർമ്മക്കുറിപ്പിൻ്റെ തലവാചകം ദ ടോയ്ലറ്റ്, ശുചിമുറി എന്നാണ് അർത്ഥം. സംടൈംസ് ഐ വാണ്ടഡ് ടു ഗീവ് അപ്പ് and be a good girl who listened to her elders. ചില സമയങ്ങളിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുതിർന്നവർ പറയുന്നത് കേൾക്കുന്ന ഒരു നല്ല പെൺകുട്ടി ആകണം. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ്. എൻ്റെ അമ്മ ആഗ്രഹിച്ചത് പ്രകാരം ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു നഴ്സോ ഞാൻ ആകണമായിരുന്നു. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് were respectable. But I knew I wanted to do something different, though I was not sure what. ഒരു ടീച്ചറോ ഒരു നഴ്സോ ആയാൽ സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ്, അതായത് ഒരു ബഹുമാനം കിട്ടും, ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. പക്ഷേ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, പക്ഷേ എന്തെങ്കിലും വ്യത്യസ്തമായത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്, പക്ഷേ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടില്ല. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. മൈ മദർ സെഡ് ദാറ്റ് it had been a waste of money educating me because I did not know what to do with the knowledge I had acquired. ഞാൻ അഭിനയത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴെൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ പഠിപ്പിച്ച പണമൊക്കെ വേസ്റ്റ് ആയിപ്പോയി, വെറുതെ ആയിപ്പോയി. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നോളേജ് ഐ ഹാഡ് അക്വയർഡ്, അതായത് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ നേടിയ അറിവ്, നോളജ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. I'd come to Johannesburg for the December holidays after writing my metric exams and then stayed on hoping to find something to do. എൻ്റെ 10th ക്ലാസ് എക്സാം, അതായത് മെട്രിക് എക്സാം കഴിഞ്ഞിട്ട്
ഡിസംബർ അവധിക്കാലത്ത് ജോഹാനസ്ബർഗിലേക്ക് വന്നതായിരുന്നു. എന്തിന്? അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ. മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹെർ ഇൻ ഹെർ ബാക്ക് റൂം. ജോഹാനസ്ബർഗിൽ ടൗൺ ഏരിയ വിട്ടിട്ട് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഓറഞ്ച് ഗ്രോവ്. അവിടെ ഒരു വീട്ടുജോലിക്കാരിയായിട്ടാണ് എൻ്റെ മൂത്ത സിസ്റ്റർ അല്ലെങ്കിൽ മൂത്ത ചേച്ചി ജോലി ചെയ്തിരുന്നത്. ഞാൻ അവളുടെ കൂടെ അവൾ താമസിക്കുന്ന ആ ബാക്ക് റൂം, അതായത് ആ മെയിൻ വീട്ടിൻ്റെ പിൻഭാഗത്തുള്ളൊരു മുറിയിലാണ് താമസിച്ചത്. ഐ ഡിഡ് നോ എനിബഡി ഇൻ ജോഹാനസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് whom we went to church with. I was very bored and lonely. എൻ്റെ ചേച്ചിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ ഞായറാഴ്ചകൾ പള്ളിയിൽ പോയിരുന്നത്. ഈ ഫ്രണ്ട്സിനെ അല്ലാതെ ജോഹാനസ്ബർഗിൽ വേറെ ആരും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ മുഷിപ്പും ഏകാന്തതയും അനുഭവപ്പെട്ടു. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡൻറ്റ് സീ മീ. ആഴ്ചയിലെ മറ്റ് ദിവസങ്ങൾ, അതായത് ഞായറാഴ്ച ഒഴികെ മറ്റ് ദിവസങ്ങളൊക്കെ ചേച്ചി എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ട് പോകും. എന്തിനാ പോകുന്നത്? അങ്ങനെ അവിടുത്തെ മാഡം കാണാതിരിക്കാൻ, അവിടുത്തെ വീട്ടമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം, പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലേയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അപ്പോൾ ഈ മാഡം ആണെങ്കിൽ ഒരുവിധ എല്ലാ സമയത്തും വീട്ടിൽ തന്നെ ഉണ്ടാവും. അവർക്ക് എന്താ ജോലി? അവരെ നഖത്തിനൊക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ടിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരും അവരുടെ കൂടെ ചായ കുടിച്ചിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെയിൽ കാഞ്ഞ് കിടക്കും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വയറ്റ്. ഈ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന മുറിയുടെ വളരെ അടുത്താണ്. അത് കാരണം ഞാൻ വളരെ ശബ്ദമില്ലാതെ ആയിരിക്കണം ഈ മുറിയിൽ നിൽക്കേണ്ടത്. മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദെയർ ബട്ട് ഷീ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒന്നിന് പകരം വേറൊരു കാര്യം ചെയ്യാം. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ട് പോകുന്നത് എൻ്റെ ചേച്ചിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഫെൽറ്റ് ബാഡ്, വളരെ വിഷമം തോന്നിയിരുന്നു. പക്ഷേ അവൾക്ക് വേറൊരു വഴിയില്ലായിരുന്നു. ഐ കുഡൻറ്റ് ഈവൻ പ്ലേ ദ റേഡിയോ, സോ ഷീ ബോട്ട് മീ ബുക്സ്, ഓൾ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ വൈറ്റ് പീപ്പിൾ. അപ്പോൾ എനിക്ക് ആ റൂമിൽ ഒന്ന് റേഡിയോ ഒന്ന് വെച്ച് ഒരു പാട്ടോ ഒരു ന്യൂസോ ഒന്നും കേൾക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അത് കാരണം വൈറ്റ് പീപ്പിൾ, അതായത് വെളുത്ത നിറമുള്ള ആൾക്കാരെന്ന് അർത്ഥം പറയുന്നത് ഇവിടെ യൂറോപ്യൻസിനെ കൊണ്ടാണ്. അവരെടുത്തുനിന്ന് പഴയ ന്യൂസ് പേപ്പർ, പഴയ മാഗസീന്, ബുക്സൊക്കെ വാങ്ങിയിട്ട് ഇവർക്ക് വായിക്കാൻ കൊണ്ടു കൊടുക്കും. ഐ ജസ്റ്റ് റെഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ്, ഫെയർ ലേഡി, വിമൻസ് വീക്ക്ലി, എനിത്തിങ്. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. ഇവിടെ സിസ്റ്റർ കൊണ്ടുതരുന്ന എന്തും, കൈ കിട്ടുന്ന എന്തും ഞാൻ വായിക്കാൻ തുടങ്ങി. അതായത് ഫെയർ ലേഡി, വിമൻസ് വീക്ക്ലി, അങ്ങനെ പലതും. അപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് തോന്നി ഞാൻ വളരെയധികം വായിക്കുന്നു എന്ന്. നമ്മൾ നേരത്തെ മുകളിൽ വായിച്ച ആ ഭാഗത്തിൻ്റെ ഒരു ചിത്രീകരണം അവിടെ കാണിക്കുന്നത്. ഇവരുടെ റൂമിൻ്റെ അടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ കാണാം, മാഡം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നൊക്കെ കാണാം. സൂൺ ഐ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ എ ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ വിച്ച് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബുട്ടീക്ക്. ലേഡീസ് ബുട്ടീക്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള പ്രത്യേകതരം ആധുനിക രീതിയിലുള്ള ഉടുപ്പുകളൊക്കെ കിട്ടുന്ന കടകളെയാണ് ഈ ലേഡീസ് ബുട്ടീക്സ് എന്ന് പറയുക. അങ്ങനത്തെ കടകൾക്ക് ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്ലോത്തിങ് ഫാക്ടറി, ടൗണിലുള്ള ഒരു ഫാക്ടറിയിൽ എനിക്ക് താൽക്കാലിക ജോലി കിട്ടി. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് ന്യൂ പീപ്പിൾ ആൻഡ് ലൈക്ക് ദ ഐഡിയ ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദാറ്റ് റൂം ഫോർ എ ചേഞ്ച്. പുതിയ ആൾക്കാരെ കണ്ടുമുട്ടാനും പിന്നെ ഈ മുറിയിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാനുമുള്ള ഒരു ചാൻസ് ആയിട്ട് ഞാൻ ഈ ജോലിയെ കണ്ടു. ദ ഫാക്ടറി നോക്ക്ഡ് ഓഫ് അറ്റ് 4:30 ആൻഡ് ദെൻ ഐ വെന്റ് ടു എ പാർക്ക് നിയർ വേർ മൈ സിസ്റ്റർ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറി 4:30 മണിക്ക് പൂട്ടും. അതിനുശേഷം എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു പാർക്കുണ്ട്, അവിടെ ഞാൻ പോയിരിക്കും. ഐ വെയിറ്റഡ് ദെയർ till 6:30 when I could sneak into the house again without the white people seeing me. അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ മാഡം കാണാതെ ആ വീട്ടിൽ മുറിയിലേക്ക് കയറാനായിട്ട് ഞാൻ പാർക്കിൽ 6:30 മണി വരെ കാത്തിരുന്നു. I had to leave the house before 5:30 in the mornings as well. അതുപോലെ തന്നെ രാവിലെകളിൽ 5:30 മണിക്ക് മുമ്പായിട്ട് ഞാൻ അവിടെ വീട് വിട്ടിറങ്ങണം. That meant I had to find something to do with the time I had before I could catch the 7:30 bus to work. About 2 hours. എനിക്ക് ജോലിക്ക് പോകാനുള്ള ബസ് 7:30 മണിക്കാണ്. അപ്പം 5:30 മണി മുതൽ 7:30 മണി വരെ 2 മണിക്കൂർ സമയം ചെലവാക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. I would go to a public toilet in the park. ഞാൻ ആ പാർക്കിലുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോകും. For some reason it was never locked.
എന്തോ കാരണത്താൽ അത് ഒരിക്കലും പൂട്ടിയിടാറില്ല. സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസീൻസ് ഓർ അതർ അൺടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ടോയ്ലറ്റിൽ കയറി ആ ടോയ്ലറ്റ് സീറ്റിൽ അവിടെ ഇരുന്നിട്ട് മാഗസീനൊക്കെ വായിച്ചിരിക്കും. ബസ്സിൻ്റെ സമയമാകുന്നവരെ ഞാൻ അവിടെ വായിച്ചിരിക്കും. ദ ഫസ്റ്റ് ടൈം ഐ വെൻറ്റ് ഇൻ ടു ദിസ് ടോയ്ലറ്റ് ഐ വാസ് ഓൺ മൈ വേ ടു ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആദ്യമായിട്ട് ഈ ടോയ്ലറ്റിൽ പോയത്. യൂഷ്വലി ഐ വെൻറ്റ് സ്ട്രെയിറ്റ് ടു ദ ബസ് സ്റ്റോപ്പ് ഔട്ട്സൈഡ് ദ ഓക്കെ ബസാർസ് വേർ ഇറ്റ് വാസ് വെൽ ലിറ്റ് ആൻഡ് ഐ കുഡ് സീ. സാധാരണ ഞാൻ ഓക്കെ ബസാറിൻ്റെ പുറത്തുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടേക്കാണ് നേരെ പോകാറ്. അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ലോണം കാണാൻ സാധിക്കുമായിരുന്നു. I would wait there, reading or just looking at the growing number of cars and buses on their way to town. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്നൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ പോകുന്ന കാറും ബസ്സസും ഒക്കെ ഇങ്ങനെ നോക്കും. പക്ഷെ അവിടെ ഒരു ഗ്രോയിങ് നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്താ കാരണം? അത് സമയം പോകെ പോകെ കാറിൻ്റെയും ബസ്സിൻ്റെയും എണ്ണം അങ്ങനെ കൂടിക്കൂടി വരും. On that day it was raining quite hard. So I thought I would shelter in the toilet until the rain passed. ആ ദിവസം നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു, മഴ പോകുവോളം ടോയ്ലറ്റ് കയറിയിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. I knocked first to see if there was anyone inside. As there was no reply, I pushed the door open and went in. ആദ്യം ഞാനൊന്ന് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മുട്ടി നോക്കി. അപ്പം ഒരു മറുപടിയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വാതിൽ തള്ളി തുറന്നിട്ട് അകത്തോട്ട് കയറി. It did not look like it had been painted for a few years. അങ്ങനെ അകത്ത് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് വർഷങ്ങളായിട്ട് അത് പെയിൻറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. The closed lid of the toilet was going to be my seat for many mornings after that. അതിനുശേഷം പല പകലുകളും ആ ടോയ്ലറ്റ് സീറ്റായിരുന്നു എൻ്റെ ഇരിപ്പിടം. ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദാറ്റ് ടോയ്ലറ്റ് ബിക്കോസ് ദ വിൻ്റർ വാസ് വെരി കോൾഡ്. ഈ ടോയ്ലറ്റ് കണ്ടെത്തിയത് വളരെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി, കാരണം ആ ശൈത്യകാലം വളരെ തണുപ്പുള്ളതായിരുന്നു. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാമർ ഇൻ ദെയർ, ബട്ട് വൺസ് ഐ ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി. അതിൻ്റെ അകത്ത് കയറി വാതിലടച്ചാൽ ചൂടായിരിക്കും എന്നല്ല, പക്ഷെ പുറത്തുള്ള കാറ്റിൽ നിന്ന് ഒരു രക്ഷ കിട്ടും. ഓൾസോ the toilet was very small. The walls were wonderfully close to me. It felt like it was made to fit me alone. ആ ടോയ്ലറ്റ് വളരെ ചെറുതായിരുന്നു, അതിൻ്റെ മതിലുകൾ എന്നോട് അടുത്തിരുന്നു. അതായത് അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടോയ്ലറ്റ് പോലെ തോന്നി. I enjoyed that kind of privacy. ഇത്തരത്തിലുള്ള സ്വകാര്യത പ്രൈവസി ഞാൻ ആസ്വദിച്ചു. I did a lot of thinking while I sat on the toilet seat. ആ ടോയ്ലറ്റ് സീറ്റിൻ്റെ മേൽ ഇരിക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിൽ ആ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ വളരെയധികം ചിന്തിക്കുമായിരുന്നു. I did a lot of day dreaming too. അതായത് ഞാൻ വളരെയധികം ദിവാസ്വപ്നം കാണുമായിരുന്നു. Many times imagining myself in some big hall doing a really popular play with other young actors. പലപ്പോഴും വലിയൊരു ഹാളിൽ യുവ നടന്മാരുമൊത്ത് വളരെ പ്രശസ്തമായൊരു നാടകം അഭിനയിക്കുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കുമായിരുന്നു. ഐ വുഡ് സിറ്റ് ദെയർ ഡ്രീമിങ്. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ് വൈ ഐ ഹാഡ് നോട്ട് റിട്ടേൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. സ്കൂൾ വിട്ടതിന് ശേഷം എന്തുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. At least at school I had written some poems or stories in the school magazine and other magazines and also for school competitions. ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് ഞാൻ സ്കൂൾ മാഗസീനിന് വേണ്ടിയിട്ട് മറ്റു മാഗസീനുകൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കോമ്പറ്റീഷൻ, അതായത് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് കവിതകളും കഥകളൊക്കെ എഴുതുമായിരുന്നു. Our English teacher was always so encouraging. ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ എപ്പോഴും വളരെ പ്രോത്സാഹനം നൽകിയിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോയം. ഞാൻ ആദ്യമായിട്ട് എഴുതിയ കവിത അദ്ദേഹത്തെ കാണിച്ച ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡിന്റ് കോൺസെൻട്രേറ്റ് ഇൻ ദ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. എനിക്ക് വളരെ ആവേശം തോന്നിയിരുന്നു. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആവേശം. അതുകൊണ്ട് എനിക്ക് ആ ദിവസം മുഴുവനും ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. Publishing, പ്രസിദ്ധീകരണം, ഈ പ്രസിദ്ധീകരണത്തിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൂടാതെ ഞാൻ എഴുതുന്ന ഈ കഥകൾ
അത്രമാത്രം നല്ലതാണോ, ഈ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചതുമില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. അതായത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പല കാര്യങ്ങളും എഴുതിയിടുമായിരുന്നു. അത് ഞാൻ വളരെ ആസ്വദിച്ചിരുന്നു അങ്ങനെ ചെയ്യുന്നത്. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ്സ് ബെസ്റ്റ് കസ്റ്റമർ, ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട്ബുക്ക് in which I was hoping to write something. അങ്ങനെ ഈ ടോയ്ലറ്റിന്റെ ഏറ്റവും നല്ല കസ്റ്റമർ, അതായത് ബെസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉപഭോക്താവായ സ്ഥിതിക്ക് ഒരു വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്കായിട്ടൊരു നോട്ട് ബുക്ക് വാങ്ങി. ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ അൺടിൽ വൺ ഈവനിങ്. ഇവിടെ പറയുന്നു, ഈ ബുക്ക് വാങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങളിലേക്ക് ഒന്നും എഴുതിയിരുന്നില്ല. പക്ഷെ ഒരു വൈകുന്നേരം എഴുതാൻ ആരംഭിച്ചു. My sister had taken her usual Thursday afternoon off and she had been delayed somewhere. എന്റെ ചേച്ചി പതിവ് പോലെ വ്യാഴാഴ്ച ഉച്ചക്ക് അവധിയെടുത്തിരുന്നു. പക്ഷെ എവിടെയോ അവൾ വൈകിപ്പോയി. I came back from work, then waited in the park for the right time to go back into the yard. ജോലി കഴിഞ്ഞ് തിരിച്ച് ആ വീട്ടിലേക്ക് പോകാനുള്ള തക്ക സമയം കാത്തിട്ട് ഞാൻ പാർക്കിലിരുന്നു. ഇവിടെ യാർഡ് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ആ മുറിനെയാണ്. The white people always had their supper at 6:30 and that was the time I used to steal my way in without disturbing them or being seen. ആ വീട്ടിലുള്ള ആൾക്കാർ, അതായത് വൈറ്റ് പീപ്പിൾ, ആ വീട്ടിലുള്ള മാഡം അവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ രാത്രി ഭക്ഷണം സപ്പർ കഴിക്കുന്നത് 6:30 മണിക്കായിരുന്നു. ഈ സമയത്താണ് ഞാൻ അവരെ കാണാതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒളിച്ച്, അതായത് സ്റ്റീൽ മൈ വേ എന്ന് പറഞ്ഞാൽ ഒളിച്ച് ആ വീട്ടിലേക്ക് കടക്കുക. മൈ കമ്മിങ്സ് ആൻഡ് ഗോയിങ്സ് ഹാഡ് ടു ബി സീക്രറ്റ് ബിക്കോസ് ദേ സ്റ്റിൽ ഡിഡ്ന്റ് നോ ഐ സ്റ്റേഡ് ഹിയർ. ഞാൻ പോകുന്നതും വരുന്നതും വളരെ രഹസ്യമായിരിക്കണം. അതിന്റെ കാരണം എന്താ? ഞാൻ ഇവിടെ താമസിക്കുന്നത് ആ വീട്ടുകാര് അറിയില്ല. ഐ റിയലൈസ്ഡ് ദാറ്റ് ഷീ ഹാഡ്ന്റ് കം ബാക്ക് ആൻഡ് ഡിസൈഡഡ് ടു സിറ്റ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ റൂം വേർ ഐ തോട്ട് ഐ വുഡന്റ് ബി നോട്ടീസ്ഡ്. ചേച്ചി റൂമിൽ തിരിച്ചെത്തിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആരും കാണില്ലെന്ന് കരുതി ആ റൂമിന്റെ മുമ്പ് തന്നെ ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവൾ തീരുമാനിച്ചു. ഐ വാസ് റീഡിംഗ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. നായക്കൾ എന്നെ മണത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അവൾ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഡ്രം മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ട്രൈങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിംഗ് when I heard two dogs playing, chasing each other nearer and nearer to where I was sitting. ഞാൻ വായനയിൽ വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് രണ്ട് നായ്ക്കൾ തമ്മിൽ അങ്ങോട്ടും കളിച്ച് അങ്ങോട്ടും ഓടിച്ചിട്ടിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തടുത്ത് വരുന്നതായിട്ട് ഞാൻ കേട്ടത്. And then there they were in front of me, looking as surprised as I was. അങ്ങനെ ആ രണ്ട് നായ്ക്കളും കളിച്ച് എൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു. ഞാൻ അവരെ അത്ഭുതത്തോടെ നോക്കുന്ന അതേപോലെ തന്നെ അവരും എന്നെ അത്ഭുതത്തോടെ നോക്കി. For a brief moment we stared at each other. Then they started to bark at me. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ നായ്ക്കൾ എന്നെയും നോക്കി നിന്നു. അതിനുശേഷം അവർ എന്നെ നോക്കി കുരയ്ക്കാൻ ആരംഭിച്ചു. I was sure they would tear me to pieces if I moved just one finger. So I sat very still, trying not to look at them, while my heart pounded and my mouth went dry as paper. ഒരു ചെറുവിരൽ അനക്കിയാൽ ആ രണ്ട് നായ്ക്കളും കൂടെ എന്നെ കടിച്ചു കീറുന്നു എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ അനങ്ങാതിരുന്നു. അതേസമയം അവരെ നോക്കിയ പോലുമില്ല. പക്ഷെ എൻ്റെ ഹൃദയമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ മിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വായാണെങ്കിലോ ഒരു പേപ്പർ പോലെ വറ്റി വരണ്ടുപോയി. Then the madam's high-pitched voice rang out above the dogs barking. നായക്കളുടെ കുരയുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ മേഡത്തിന്റെ ശബ്ദം മുഴങ്ങി. നമ്മൾ മുകളിൽ വായിച്ച ആ ഭാഗത്തിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഐറീൻ എന്നാണ് ആ മേഡം ഉറക്കെ വിളിച്ചത്. ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. ഞങ്ങൾ ഉപയോഗിക്കാത്ത എൻ്റെ ചേച്ചിയുടെ ഇംഗ്ലീഷ് പേരായിരുന്നു അത്. ഐ കുഡിന്റ് മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ്സ് were standing right in front of me, their teeth so threateningly long. അവരുടെ വിളി കേട്ടിട്ട് എനിക്കൊന്ന് നീങ്ങാനോ അതിനൊരു ഉത്തരം പറയാനോ പറ്റിയില്ല. കാരണം ഈ രണ്ട് നായ്ക്കൾ എൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവരുടെ ആ നീളമുള്ള പല്ലുകളാണെങ്കിലോ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. When there was no reply, she came to see what was going on. ഈ ഐറീൻ എന്നുള്ള വിളിക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ മാഡം റൂമിൻ്റെ അടുത്തേക്ക് വന്നു.
Oh, it's you. Hello. Then the dogs stopped barking, but they hadn't moved. They were still growling at me. ഓ ഇത് നീയാണോ ഹലോ എന്ന് മാഡം പറഞ്ഞു. അത് കേട്ടിട്ട് നായ്ക്കൾ കുര നിർത്തി. പക്ഷേ അത് അവിടുന്ന് നീങ്ങിയില്ല കേട്ടോ. എൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അത് എന്നെ നോക്കിയിട്ട് അങ്ങനെ മുരളുകയായിരുന്നു. പ്ലീസ് മാഡം, ദി ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അതായത് ഈ നായ്ക്കളെ മേലിൽ നിന്ന് കണ്ണെടുക്കാതെ മാഡത്തിനോട് യാചിക്കുകയാണ്. അയ്യോ മാഡം പ്ലീസ്, ഈ നായ്ക്കളോട് ഒന്ന് നീങ്ങാൻ പറയൂ, അതല്ലെങ്കിൽ അതെന്നെ കടിക്കും. നോ, ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ? വി ഡിഡ്ന്റ് സീ യു. ഇല്ല, അവർ നിന്നെ കടിക്കത്തില്ല. പക്ഷേ നീ എപ്പം വന്നു? ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. മൈ സിസ്റ്റർ ഇസൻ ഹിയർ. ഐ ആം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹെർ. ഞാനിവിടെ കുറച്ച് നേരമായിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഇവിടെ ഇല്ല. ഞാൻ അവളോട് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഓ, ഷീ ഈസ് നോട്ട് ഹിയർ. ഐ ക്യാൻ ഗിവ് ഹെർ മെസ്സേജ്. ഓ, അവൾ ഇവിടെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവൾക്കൊരു സന്ദേശം കൊടുക്കാം. യു ഗോ ഓൺ ഹോം. നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ഐ വിൽ ടെൽ ഹെർ ദാറ്റ് യു വോണ്ട് ടു സീ ഹെർ. നിനക്ക് അവളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അവളെ അറിയിക്കാം. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രേറ്റ് അവേ, റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വേർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ കിടന്ന കിടക്ക ചുരുട്ടി എൻ്റെ ചേച്ചി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് തള്ളി വെക്കണം. ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ് ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യപ്രകാശം ഒന്നും വന്നിട്ടുണ്ടാവില്ല, ഇരുട്ടായിരിക്കും. പക്ഷേ എനിക്ക് ലൈറ്റ് ഇടാൻ പാടില്ലായിരുന്നു. ഐഡ് ലൈറ്റ് എ കാൻഡിൽ ആൻഡ് ടിപ് ടോ മൈ വേ ഔട്ട് വിത്ത് എ സോപ്പ് ഡിഷ് ആൻഡ് എ ടൂത്ത് ബ്രഷ്. ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് ശബ്ദമുണ്ടാക്കാതെ സോപ്പിൻ്റെ പാത്രവും പല്ല് തേക്കുന്ന ബ്രഷും എടുത്തിട്ട് പുറത്തേക്ക് പോകും. ഇവിടെ ടിപ് ടോ എന്നൊരു വാക്ക് കേൾക്കണ്ടില്ലേ നിങ്ങൾ? അതിൻ്റെ അർത്ഥം ശബ്ദമുണ്ടാക്കാതെ കാലിൻ്റെ പിൻഭാഗം നിലത്ത് തട്ടിക്കാതെയുള്ള ഒരു നടത്തത്തിനാണ് ഈ ടിപ് ടോ എന്ന് പറയുന്നത്. ഐ ഡു എവറിത്തിങ് ആൻഡ് ബി ഓഫ് ദ പെർമിസസ് ബൈ 5:30 വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് 5:30 മണിയാകുമ്പോഴേക്കും ഷൂസ് എടുത്ത് ബാഗിലിട്ട് ആ പരിസരം വിടും. അതിനുശേഷം ഗേറ്റിന് പുറത്തൊരു സുരക്ഷിതമായ സ്ഥലത്തെത്തിയതിനു ശേഷമേ ഞാൻ എൻ്റെ ഷൂ ധരിക്കാറുള്ളൂ. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ് ആൻഡ് മൈ വെറ്റ് നോസ് അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ രാത്രിയിലെ കൊടും തണുപ്പും എൻ്റെ മൂക്ക് നനഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. പിന്നീടാണ് ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട്. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ദ സ്ട്രീറ്റ്? ഷീ ഗ്രീറ്റഡ് മീ. ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻ. മോളോ, നീ എന്താണ് പുറത്ത് തെരുവിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം അവൾ എന്നെ അഭിവാദ്യം ചെയ്തു. ആ സമയത്ത് ഞാൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചുരുക്കമായിട്ട് അവളോട് ഞാൻ പറഞ്ഞു. ഓ, വാട്ട് വെർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? യു നോ യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗെദർ. ഓഹോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതിരിക്കട്ടെ, അതിനു മുന്നേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ അകത്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നിനക്കറിയാമായിരുന്നില്ലേ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചേ അകത്ത് കിടക്കാൻ പാടുള്ളൂ എന്നും? ദെൻ ഐ കുഡ് സേ യു വർ വിസിറ്റിംഗ് ഓർ സംതിങ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ എന്നെ സന്ദർശിക്കാൻ വന്നതാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനിക്ക് പറയാമായിരുന്നു. നൗ യു ടെൽ മീ, വാട്ട് ആം ഐ സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗെയിൻ? ഇനിയിപ്പോൾ നീ തന്നെ പറ. വീണ്ടും നീ അകത്തേക്ക് വരുന്നത് അവർ കണ്ടാൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവേർഡ്സ് ദ ഗേറ്റ് വിത്ത് മീ ഹെസിറ്റൻ്റ്ലി ഫോളോയിങ് ഹെർ. ചേച്ചി വളരെ ദേഷ്യത്തോടുകൂടെ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഞാൻ മടിച്ചു ചേച്ചിയെ പിന്തുടർന്നു. ഐ മംബിൾഡ് മൈ അപ്പോളജീസ് ആൻഡ് ഫോളോഡ് ഹെർ ഇൻ. അങ്ങനെ ഞാൻ ചേച്ചിയെ അകത്തേക്ക് പിന്തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെ പതിയെ ശബ്ദത്തിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ടിരുന്നു. ബൈ സം മിറാക്കിൾ നോ വൺ സീം ടു ഹാവ് നോട്ടീസ്ഡ് അസ് ആൻഡ് വി ക്വിക്ക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടറ്റോസ് ആൻഡ് ഡ്രാങ്ക് ആർ ടീ ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. എന്തോ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുറിക്കകത്ത് കിടന്നു. ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാതെ ചായ കുടിക്കാൻ തുടങ്ങി. അതിന് കൂടെ ലഘുഭക്ഷണമായിട്ട് തണുത്ത ചിക്കനും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കഴിച്ചു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. ഒരു നായെപ്പോലെ ഓലിയിടാൻ എനിക്ക് തോന്നി. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട് ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ് ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ and tell me that one day I would have a nice place to live. Anything. I wished somebody would come and be my friend. അതായത് ഒരു ദിവസം ആരെങ്കിലും വന്ന് എൻ്റെ സുഹൃത്താകും.
പിന്നെ ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്, അതായത് എന്നോട് പറയും നീ നല്ല വ്യക്തിയാണ്, നീ അങ്ങനെ കൊള്ളരുതാത്ത വ്യക്തിയൊന്നല്ല. പിന്നെ പറയും ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹിറ്റ് മീ, നിൻ്റെ ചേച്ചി നിന്നെ വെറുക്കുന്നില്ല. പിന്നെ ടെൽ മീ വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ്, ഒരു ദിവസം നിനക്ക് നല്ലൊരു സ്ഥലം താമസിക്കാനുണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിത്തിങ്, അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നോട് ആരെങ്കിലുമൊക്കെ വന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാം വെൻറ്റ് ഓഫ്. അടുത്ത രാവിലെ അലാം അടിക്കുന്നതിന് എത്രയോ മുന്നേ ഞാൻ ഉണർന്നു. സം കൈൻഡ് ഓഫ് പെയിൻ വിതിൻ പുഷ്ഡ് മീ ടു ഡു എവറിത്തിങ് അറ്റ് ഡബിൾ സ്പീഡ് ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു തരം വേദന എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചു. എന്തിന്? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തിരിക്കുന്ന ടോയ്ലറ്റിൽ എത്തിപ്പെടുവാൻ. I call it my toilet because that is exactly how I felt about it. ആ ടോയ്ലറ്റ് എൻ്റേതാണെന്ന് ഞാൻ പറയും. കാരണം എന്താ? അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. I felt my spirits really lifting as I put on my shoes outside the gate. ഗേറ്റിന് പുറത്ത് കിടന്നിട്ട് ഷൂസ് ധരിക്കുമ്പോൾ എനിക്ക് വല്ലാതൊരു ഉന്മേഷം വരും. അതായത് സ്പിരിറ്റ്സ് റിയലി ലിഫ്റ്റിംഗ്, അതാണ് അതിന് പറയുന്നത്. മനസ്സിന് ഭയങ്കര ഒരു ഉന്മേഷം, ആത്മസന്തോഷം. ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ്. എൻ്റെ നോട്ട്ബുക്ക് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ ആൻഡ് മൈ ഫീറ്റ് വർ ഫീലിംഗ് ലൈറ്റർ ഓൾ ദ ടൈം. ഞാൻ വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഓരോ സമയത്തും ഞാൻ വളരെ ലൈറ്റായിട്ട് ഞാൻ ഇങ്ങനെ ഒഴുകുന്നത് മാതിരി എനിക്കൊരു ഫീല് വന്നു. ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിൻറ്റഡ് and that a new window pane had replaced the old broken one. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ജനൽ ചില്ലൊക്കെ പൊട്ടിയത് മാറ്റി പുതിയ ചില്ലിട്ടിരിക്കുന്നു. ഐ സ്മൈൽ ടു മൈ സെൽഫ് ആസ് ഐ റീച്ച്ഡ് ദ ഡോർ. അങ്ങനെ ആ ഡോറ് എത്താറായപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് ചിരിച്ചു. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദാറ്റ് ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോയം. അധികം വൈകാതെ തന്നെ ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് ഒരു കവിത എഴുതാൻ ആരംഭിച്ചു. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദെയർ റൈറ്റിംഗ്. അങ്ങനെ അനേക പകലുകൾ ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്നത് പതിവായി. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോയം. ചിലപ്പോൾ അതൊരു പദ്യം ആവണം എന്നില്ല. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എന്ത് തന്നെ എനിക്ക് മനസ്സിൽ വന്നാലും അതായിരിക്കും ഞാൻ എഴുതിയിരുന്നത്. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐഡ് ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ആ സുഹൃത്തിനോട് എങ്ങനെ സംസാരിക്കും, എന്തൊക്കെ സംസാരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ചില ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ ഏച്ചിയിൽ നിന്ന് എന്തോ മറച്ചു പിടിച്ചു എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ചേച്ചിക്ക് എൻ്റെ പാർക്കിലുള്ള ഈ ടോയ്ലറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ആൻഡ് ഷീ വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട്ബുക്ക്. അങ്ങനെ എൻ്റെ നോട്ട്ബുക്കിൽ ചേച്ചിക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അതായത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ദെൻ വൺ മോർണിംഗ് ഐ വാണ്ടഡ് ടു റൈറ്റ് എ സ്റ്റോറി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് അറ്റ് വർക്ക് ദ ഡേ ബിഫോർ. അങ്ങനെ ഒരു ദിവസം രാവിലെ തലേ ദിവസം ജോലി സ്ഥലത്ത് സംഭവിച്ചതിനെക്കുറിച്ച് ഒരു കഥ എഴുതണം എന്നെനിക്ക് തോന്നി. ദ സൂപ്പർവൈസർ സ്ക്രീമിംഗ് അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹെർ when I'd seen the people who stole 2 dresses at lunch time. ഉച്ചഭക്ഷണ സമയത്ത് 2 ഡ്രസ്സുകൾ, 2 വസ്ത്രങ്ങൾ അല്ലെ 2 ഉടുപ്പുകൾ മോഷ്ടിക്കുന്നവരെ ഞാൻ കണ്ടപ്പോൾ സൂപ്പർവൈസറെ വിളിച്ചറിയിച്ചില്ല. അതിനാണ് അവരെന്നെ ശകാരിച്ചത്. It all came back to me and I was smiling when I reached for the door, but it wouldn't open. It was locked. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് ആ ടോയ്ലറ്റിൻ്റെ ഡോറിനടുത്ത് എത്തിയപ്പോൾ അത് തുറക്കുന്നില്ലായിരുന്നു. കാരണം എന്താ? അത് പൂട്ടിയിരുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഈ ടോയ്ലറ്റ് എൻ്റേതല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അങ്ങനെ പിന്നീട് ഞാൻ വളരെ പതുക്കെ അവിടെ അടുത്തുള്ള പാർക്കിലെ ബെഞ്ചിലേക്ക് നടന്നു നീങ്ങി അവിടെ പോയി ഇരുന്നു. ഏർലി സ്പ്രിംഗ് സൺ, അതായത് അതിരാവിലെ വസന്തകാലത്ത് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി ഞാൻ നല്ല കഥ എഴുതാൻ ആരംഭിച്ചു. ഓക്കെ സ്റ്റുഡൻസ്, ദ ടോയ്ലറ്റ് എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.